ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ സ്വാഗതം ഫാമിലിയിലോട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോണ കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങ ഒരു ചേട്ടൻ നമുക്ക് കൊണ്ടുവന്ന് തന്നാണ് കേട്ടോ. നമ്മുടെ ഇവിടെ അടുത്തുള്ളൊരു ചേട്ടൻ കൊണ്ടുവന്ന് തന്നാണ്. അപ്പോൾ ആ തേങ്ങ എടുത്ത് ഇങ്ങനെ പുറത്തോട്ട് ഇട്ടതാണ്. ഇപ്പോൾ 2 ദിവസമായി കവറിനകത്തിരിക്കണത്. അപ്പോൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഇരുന്ന് വെച്ചിട്ട് എടുത്ത് തരും. അപ്പോൾ ഇത് കാണുകയില്ല. അതുകൊണ്ട് അങ്ങനെ ഭയങ്കര ഓർമ്മയൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അതൊക്കെ അവിടെ ഇട്ട് മറന്നു പോകട്ടോ. അതുകൊണ്ടാണ് കേട്ടോ അതെടുത്ത് പുറത്തോട്ട് ഇട്ടത്. അപ്പോൾ നമ്മുടെ കണ്ടമോനെ നമ്മുടെ കുഞ്ഞുകൂട്ടനെ പുറത്തോട്ട് കെട്ടാൻ നോക്കുന്നതാണ്. പക്ഷേ വീരപ്പൻ ഒരു രക്ഷയില്ല. അവന് പെരക്കാത്തൊന്നും നമ്മുടെ കോമ്പൗണ്ടിൽ നിന്ന് പോകാൻ ഒട്ടും ഇഷ്ടമില്ല. അവൻ ഓടി അകത്തോട്ട് തന്നെ കയറി പോകുന്നു. അപ്പോൾ നമ്മൾ രാവിലെ അരിയൊക്കെ അടുപ്പത്തിടാൻ നോക്കണതാണ്. എൻ്റെ അടുക്കളയിലെ പണി തുടങ്ങണം 6:30 കേട്ടോ. പിന്നെ കുട്ടികൾ പോകുന്നതാണെങ്കിൽ 8:45 പിന്നെ നമുക്ക് ചോറിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് വൈകുന്നേരമാണ് ആവശ്യമുള്ളൂ. അത് രാവിലെ ഉച്ചക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കുട്ടികൾ ഉച്ചക്ക് കൊണ്ടുപോകണം ലഞ്ചിന്. അതുകൊണ്ട് തന്നെ നമുക്ക് പണി എളുപ്പമുണ്ട്. അപ്പോൾ രാവിലെ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇടിയപ്പമാണ് ഇന്ന്. ഇടിയപ്പം ഇഷ്ടിക്കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇന്ന് സമയവും ലേറ്റായി. പക്ഷേ എന്നാലും ഞാനത് വേഗം റെഡിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ചെറിയ ചെറിയ സൂത്രപ്പണികളൊക്കെ ചെയ്യുന്നതുകൊണ്ട് വേഗം നമ്മുടെ പണികളൊക്കെ വേഗം കഴിയും കേട്ടോ. പിന്നെ നമ്മൾ സംസാരിക്കാൻ എങ്ങും പോകാതിരുന്നാൽ മതി. ആ പണികൾ കറക്റ്റായിട്ട് അവിടെ നിന്ന് ചെയ്തുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വേഗം പണികളൊക്കെ തീരും. പക്ഷേ നമ്മൾ ആരോടെങ്കിലും സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ പണിയൊക്കെ മറന്നുപോയി ഇന്നവിടെ സംസാരിക്കും. അതാണ് പ്രശ്നം. അപ്പോൾ നല്ല തേങ്ങയായിരുന്നു കേട്ടോ. ചേട്ടൻ കൊണ്ടുവന്ന് തേങ്ങ വെള്ളം കുറിച്ച് നല്ല സൂപ്പറാണ്. പിന്നെ നമ്മുടെ ഏറ്റവും ഉപകാരം, അടുക്കളയിൽ ഏറ്റവും ഉപകാരപ്പെട്ട നമ്മുടെ ഗ്രൈൻഡറാട്ടോ. എനിക്ക് വലിയ സന്തോഷമാണ് എപ്പോൾ നമ്മൾ ഗ്രൈൻഡർ എടുക്കുമ്പോഴും അയ്യോ ഇതില്ല അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് വിഷമിക്കാറുണ്ട്. വിഷമിക്കല്ല, സന്തോഷിക്കാറുണ്ട്. പറഞ്ഞ ഒരു ഫ്ലോവിൽ പൊട്ടത്തരമൊക്കെ പറയുന്നുണ്ട് ഇടയ്ക്ക്. അപ്പോൾ നമ്മൾ ഇടിയപ്പം കണ്ട ഇതുമാതിരി റെഡിയാക്കി വേഗം എടുത്ത് വെക്കും കേട്ടോ. അതിനിടയ്ക്ക് ഒരാൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നു കേട്ടോ. ഞാൻ ഓടിച്ചു. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് തന്നെ അറിയില്ല എന്താ പറയണേന്ന്. ആ ഒരവസ്ഥയിൽ നിന്ന് ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ ഈ കുട്ടി വന്ന് എന്നെ ശല്യപ്പെടുത്തി. ഞാൻ എന്തൊക്കെയോ ഇനി പറയണേന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിയപ്പം ഞാനിങ്ങനെ ഇലയിൽ ഇങ്ങനെ പിഴിഞ്ഞ് വെക്കണോണ്ട് വേഗം നമ്മുടെ പണികൾ കഴിയും കേട്ടോ. അല്ലെങ്കിൽ ഓരോ തട്ടവും എടുത്ത് മാറ്റി പിന്നെ അത് രണ്ടാമത് എടുത്തു പിന്നെ അത് വെച്ചു. അപ്പോൾ അത്ര സമയം വീണ്ടും പോവും. ആ സമയം ഇലയിലായതുകൊണ്ട് ഫുൾ ഒറ്റയടിക്ക് ഞാൻ ഈ ഇലയിലെല്ലാം പരത്തി വെക്കും. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ആവി കയറ്റി എടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടിയപ്പ പണി എനിക്ക് എളുപ്പമായിട്ട് തോന്നാറുണ്ട്. പിന്നെ എന്ത് ഭംഗിയായിട്ട് ഇന്ന് കഴിക്കുന്നതൊക്കെ ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞപ്പൻ ഇങ്ങനെയാട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കണ്ണ് മൊബൈലിലാട്ടെ. പിന്നെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ആരും ഒന്നും പറയണ്ട. എടുക്കൽ മാത്രമേ ഉള്ളൂ, കഴിക്കൽ മുഴുവൻ ഉണ്ടാവില്ല. കൂടുതൽ ഇങ്ങനെ കാര്യം അന്വേഷിച്ച് നടക്കലാണ്. അപ്പോൾ അപ്പുറത്ത് എന്താണെന്ന് ചോദിക്കുകയാണ്. ആ വെള്ളത്തിൽ ഞാൻ കുറച്ച് മാതള നാരങ്ങയുടെ ആ തൊണ്ടിട്ട് വെച്ച് തിളപ്പിച്ചതും. അപ്പോൾ അമ്മ എന്താ ഈ വെള്ളത്തിലിട്ട് വെച്ചേക്കണേ ഇങ്ങനെ തിളപ്പിക്കണേ എന്താണെന്നൊക്കെ ചോദിക്കണതാണ്. കാര്യം അന്വേഷണക്കാരി എന്ന് പറഞ്ഞാൽ